അപ്പൊ ഇത് വില്ലന് മനസ്സിൽ വേണം അത് അഭിനയിക്കുമ്പോ, പക്ഷെ അഭിനയിക്കുമ്പോ ആ വില്ലന് വരാൻ പാടില്ല. അതായത് ഇയാളിനോടൊരു ഈവിൾ, ഇയാളിനോട് ചെകുത്താൻ ഉള്ളിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു പഴകിപ്പോയതാണ്. അതില്ല എന്ന് ബോധ്യപ്പെടുത്തും, പക്ഷെ പ്രവൃത്തികളിൽ ചെകുത്താനുണ്ടെന്ന് തോന്നുകയാണ്. അതുപോലെ ഒരു സാഹസമാണ് അതിനകത്ത്. ഒരു ഓദർ ബാക്ട് ക്യാരക്ടറല്ല. കാരണം ഓദർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ന്യായീകരിക്കപ്പെടുന്ന ഒരു കഥാപാത്രമല്ല. ഇവന്റെ ന്യായീകരണങ്ങൾ മുഴുവൻ സ്വയം പ്രവർത്തികൾ. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള മമ്മൂക്കയാണ്. അതേ സംസാരിക്കുന്നത് വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ആ ഒരു കഥയെക്കുറിച്ചിട്ടാണ്. ചന്തു എന്ന് പറയുന്ന ഒരു വില്ലൻ നായകനായി മാറുന്നതിൻ്റെ ഒരു കഥയെക്കുറിച്ച്. MT വാസുദേവൻ നായരാണ് ഇതിന് പുറകിൽ കേട്ടോ. ഏറെക്കാലമായി അതുവരെ മലയാളികൾക്ക് ചന്തു ചതീച്ച ചതിയണർച്ചേ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. ചന്തു ചതിച്ച ചതിയാണാർച്ചേ എന്ന് പറഞ്ഞിട്ട് ആർച്ചോട് വന്ന് പറയുന്ന ഒരു പാട്ടുകളൊക്കെ നമുക്കറിയാം. ആ ഒരു വടക്കൻ വീരഗാഥയിൽ ചന്തു ചതിയനാണ്. മാറ്റം ചുരിയെ കൊടുക്കാതെ, ആ ഒരു യുദ്ധത്തിൽ മാറ്റം ചുരിയെ കൊടുക്കാതെ മറ്റവനെ സ്വന്തം കൂട്ടുകാരനെ ചതിച്ചവനാണ് ചന്തു എന്ന കഥ മാത്രമാണ് ഏറെ കാലമായിട്ട് നമ്മളെല്ലാം കേട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ഒരു കഥയെ തൻ്റെ ഒരൊറ്റ എഴുത്തുകൊണ്ട് ചന്തുവിനോട് സ്നേഹം തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് തന്ന ഒരു മഹാനായ എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. ആ ഒരു കഥയെക്കുറിച്ചിട്ടാണ് മമ്മൂക്ക സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറയാലോ, ഇദ്ദേഹം ചില കഥകളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഇന്റർവ്യൂകളൊക്കെ ഉണ്ടാവില്ലേ, ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഈ ചെങ്ങാതിക്ക് കഥ പറയാൻ വേണ്ടി മാത്രമായിട്ട് വല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ? ആർക്ക്? നമ്മുടെ മമ്മൂക്കയ്ക്ക്. എന്തായാലും ഈ പരിപാടികളൊക്കെ ഇങ്ങനെ എന്റർടൈൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഇതുകൂടി തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്പർ 1 ആവൂലേ എന്നൊരു തോന്നൽ. അത്രയേറെ കഥകൾ ഈ 10-74 വയസ്സിനിടയ്ക്ക് ഈ ചെങ്ങാതിക്ക് പറയാനുണ്ടായിരിക്കും. ഓ, അതൊക്കെ ആ ചെങ്ങാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് രസമായനെ. കേട്ടോ കൊണ്ടുവരണ്ടാണ്. കാരണം അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് നമ്മൾ സ്ഥാപിച്ചു കൊണ്ടുപോകണം. ഓർഡർ അങ്ങനെ ചെറിയ ചെറിയ നോട്ട്സ് ഇട്ടിട്ടുള്ളൂ. അതിനകത്ത് വളരെ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഇതിനു മുമ്പ് വന്ന ഈ എന്താ പറയാ, ഈ മാർഷൽ ആർട്സിന്റെ ചില പ്രയോഗങ്ങളുണ്ടല്ലോ, പൂഴിക്കടകനടി, പുത്തൂരൻ അടവ് എന്നൊക്കെ പറയുന്നത്. ഈ അടവുകളെയൊക്കെ ഖണ്ഡിക്കുന്നുണ്ട് ഒരു ഡയലോഗിൽ. പുരഞ്ജയമായി സമുദ്രമെന്ന് തോന്നിക്കുന്ന പഴയ പുത്തൂരം അടവോ, കണ്ണിൽ മണ്ണുവാരി എറിഞ്ഞിട്ട് ചതിച്ചു വെട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയ അടവ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുറുപ്പന്മാരെന്ന് ഈ തച്ചൊല്ലി കുറുപ്പന്മാരുടെ ഉദ്ദേശം പറയുന്നത്. അപ്പൊ പഴയ ആയോധന മുറകളെയൊക്കെ ചോദ്യം ചെയ്യുന്നത് ചന്തു. അപ്പൊ അയാളുടെ ഒരു ഓഥന്റിസിറ്റിയാണ്, അയാളുടെ ഒരു അതോറിറ്റിയാണ് അതിനകത്ത് പറയുന്നത്. സുഹൃത്തുക്കളെ, എനിക്ക് ഭയങ്കര രസമായി തോന്നിയത് എത്രയോ കാലം മുമ്പ് ചെയ്ത ആ സമയത്ത് തന്നെ ചെയ്ത ഒരു സിനിമയാണ്. ഈ ചെങ്ങാതിക്ക് ആ ഡയലോഗ് നല്ല ഓർമ്മയുണ്ട്. ആ ഡയലോഗുകളൊക്കെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാനൊക്കെ അദ്ദേഹം ഭയങ്കര വ്യഗ്രത കാണിക്കുന്നു. പറഞ്ഞു വയ്ക്കുന്നത് ആ ചന്തു എന്ന് പറയുന്ന ആ ഒരു ചതിനായിട്ടുള്ള മനുഷ്യനെ എങ്ങനെയാണ് MT വാസുദേവൻ നായർ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, ചന്തുവിനോടൊരു ദയ തോന്നിപ്പിക്കുന്ന രീതിയിൽ മാറ്റി എഴുതപ്പെട്ടതെന്നുള്ളതാണ്. ഏത് ചരിത്രവും മാറ്റി എഴുതാൻ കഴിയുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ചില മിത്തുകളെ, ചില കഥാപാത്രങ്ങളെ MT വാസുദേവൻ നായർ എന്ന് പറയുന്ന ആ മഹാനായിട്ടുള്ള എഴുത്തുകാരൻ മാറ്റിമറിച്ചിട്ടുണ്ട്. അത്ര സംഗതികളെ കുറിച്ചിട്ട് മമ്മൂക്കയെ പോലെ ആളുകളൊക്കെ നിരന്തരം സംസാരിക്കുകയും ചെയ്യാറുണ്ട്. നമുക്കറിയുന്ന വിഷയമാണ്. മമ്മൂട്ടി ഗുരുസ്ഥാനീയനായിട്ട് കരുതിയിട്ടുള്ളൊരു ചെങ്ങാതിയാണ് നമ്മുടെ MT വാസുദേവൻ നായർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ ഒരു തിരൂരിലെങ്ങാണ്ട് വന്നിട്ട് മമ്മൂക്ക പറഞ്ഞൊരു ഡയലോഗുണ്ട്, എനിക്ക് കിട്ടിയ അവാർഡ് മുഴുവൻ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കാൽക്കൽ സമർപ്പിക്കുന്നു എന്ന്. കാരണം മമ്മൂക്കയുടെ തുടക്കകാലത്ത് അത്രയേറെ അവസരങ്ങൾ നമ്മുടെ MT വാസുദേവൻ നായർ എന്ന് പറയുന്ന മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ MTയുടെ കഥകളെ കുറിച്ച് പറയുമ്പോൾ, MTയെ കുറിച്ച് പറയുമ്പോഴൊക്കെ മമ്മൂക്കയ്ക്ക് ഭയങ്കര 100 നാവാന്നൊക്കെ പറയില്ലേ, 100 നാവാണ്. ഇനി മമ്മൂട്ടി MT എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുമ്പിലേക്ക് കിട്ടുക അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് ഒന്ന് ചാരി നിൽക്കാൻ കൊതിക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ്. നോക്കൂ, കണ്ടില്ലേ? അദ്ദേഹത്തിന് പിറന്നാളിന് MT വാസുദേവൻ നായർക്ക് ഒരു മധുരം കൊടുക്കുന്ന സമയത്ത് MT വാസുദേവൻ നായർ പിന്നെ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇതൊക്കെ കണ്ട സമയത്ത് ഇത് കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഗതി ആരാണ് ആഗ്രഹിക്കാത്തത് എന്നുള്ളതാണ്. ഗുരുവാണ്, തൻ്റെ ശിഷ്യൻ്റെ നെഞ്ചിലൊന്ന് ചാഞ്ഞു കിടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊക്കെ വിചാരിച്ചിട്ട് അല്പനേരം അദ്ദേഹം അവിടെ ചാഞ്ഞ് കിടന്നോട്ടെന്നേ
എന്തിനാണ് അദ്ദേഹത്തെ മറ്റുള്ളവരെ എടുത്ത് പിന്മാറ്റിയത്? എനിക്ക് അന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അദ്ദേഹം കുറച്ചു നേരം അവിടെ മമ്മൂക്കയുടെ നെഞ്ചിൽ അങ്ങനെ തല ചായ്ച്ച് കിടന്നോട്ടെ. പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ കേരളത്തിന് ദൃശ്യം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഏറ്റി കാണിക്കണം. ഒന്ന് മമ്മൂട്ടിയാണ്, പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചെങ്ങാതി മുസ്ലിമാണെന്ന്. തൊട്ടപ്പുറത്ത് MT വാസുദേവൻ നായരാണ്, ഒന്നുകൂടി നല്ല അങ്ങനെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഹിന്ദുവാണെന്ന്, ഒരു നായർ ഹിന്ദുവാണെന്ന്. ഇനി അങ്ങനെ കൂടി പറഞ്ഞേക്കാം. ആ 2 പേരാണ് അങ്ങനെ ആലിംഗനം ചെയ്ത് നിൽക്കുന്നത്. ഇതല്ലേ കേരളം? ഇങ്ങനെ തന്നെയല്ലേ നമ്മുടെ കേരളം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് നമ്മളൊക്കെ പറയേണ്ടി വരുന്നത്, പറഞ്ഞു വെക്കേണ്ടത്. എന്തൊക്കെയായാലും മമ്മൂക്കയ്ക്ക് MT വാസുദേവൻ നായരുടെ കഥകളോട് അത്രയധികം ഇഷ്ടമുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, അതിന്റെ ഒരു ഉദാഹരണ നിലയ്ക്ക് മമ്മൂട്ടിയുടെ മകൾ പറഞ്ഞ ഡയലോഗാണ്. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ വീട്ടിൽ വരുന്ന ഒരു വ്യക്തിയാണ്. അതെ, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വിവാഹ നിശ്ചയത്തിന് അച്ഛൻ മദിരാശി വെച്ച് ചെറിയൊരു 40-45 പേരുള്ള ഒരു ചെറിയ ചടങ്ങായി നടത്തി. അതിലാകെ ക്ഷണിച്ചത് പുറമേ നിന്ന്, അല്ലെങ്കിൽ കുടുംബത്തിൽ പെടാത്ത ഒരാള്. അപ്പൊ സത്യം പറഞ്ഞ കുടുംബമായി അദ്ദേഹം. അന്ന് മമ്മൂക്കയാണ്, ഹരിഹരൻ സാറിന്, ഇവർ രണ്ടുപേരെയാണ് സിനിമ രംഗത്തുനിന്ന് ക്ഷണിക്കുന്നത്. മനസ്സിലേ? ഇത് തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് ഒരു തെളിവ് പോലെ സമർപ്പിക്കുന്നത്. ഇവർ രണ്ടുപേരും നമ്മളെ അപാരമായിട്ടുള്ള സ്നേഹബന്ധം. ആ ഒരു സിനിമയെ കുറിച്ചിട്ട് മമ്മൂക്ക ഏറ്റവും സുന്ദരമായിട്ട് സംസാരിക്കേണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു വലിയ ഒരു കൺഫ്യൂഷനാണ്. എന്തുകൊണ്ടാണ് മമ്മൂക്കയുടെ ജീവിത കഥ പറയാത്തത്? അദ്ദേഹത്തിന് ഓരോരോ വീഡിയോ ആയിട്ട് അദ്ദേഹത്തിന്റെ ജീവിത കഥ പറഞ്ഞ് അപ്ലോഡ് ചെയ്തൂടെ? അല്ലേ? മലയാളികൾക്ക് ഒരു അസറ്റ് ആവില്ല അതെല്ലാം? എന്തോ ഒരു അനുഭവം ഉണ്ടായിരിക്കും, എത്രത്തോളം അഭിനയ അനുഭവം ഉണ്ടായിരിക്കും, അതിനപ്പുറത്തേക്കുള്ള അനുഭവങ്ങൾ എത്രത്തോളം ഉണ്ടായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. ബൈ.